ഇത് നമ്മൾ ബയോളജിയുടെ 3rd ചാപ്റ്റർ കെമിക്കൽ മെസ്സേജസ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിസ്. കെമിക്കൽ മെസ്സേജസ് ആൻഡ് ഹോമിയോസ്റ്റാറ്റിക്സ്. സമസ്ഥിതിക്കായുള്ള രാസസന്ദേശങ്ങൾ. സമസ്ഥിതി. ഫസ്റ്റിൽ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. എന്താണ് ഹോമിയോസ്റ്റാറ്റിസ്? ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, പ്രഷർ, വാട്ടറിൻ്റെ കണ്ടൻറ്റ്, സോഡിയം അയോൺസ്, കാൽസ്യം അയോൺസ്, അങ്ങനെയുള്ള അയോൺസിൻ്റെ കണ്ടൻറ്റ്, ഇതെല്ലാം ഒരു പ്രത്യേക ലെവലിൽ ഇരുന്നാൽ മാത്രമേ നമ്മുടെ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് നടക്കുകയുള്ളൂ. അപ്പോൾ അതെല്ലാം കീപ്പ് ചെയ്തു പോകുന്ന അതിനെയാണ് ഹോമിയോസ്റ്റാറ്റിസ് എന്ന് പറയുന്നത്. ആന്തരിക സമസ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ മർദ്ദം, ഊഷ്മാവ്, പിന്നെ അയോണുകൾ, കാൽസ്യം, പൊട്ടാസ്യം തുടങ്ങിയ അയോണുകളുടെ സാന്ദ്രത അല്ലെങ്കിൽ അയോണുകളുടെ അളവ്, ഇതെല്ലാം ഒരു പ്രത്യേക ലെവലിൽ, പ്രത്യേക അളവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക. അത് തുടർന്നു കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിയായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ നടക്കാൻ വേണ്ടിയുള്ള ചില രാസസന്ദേശങ്ങൾ അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് ഹോർമോണുകളെ കുറിച്ചാണ്. എന്താണ് ഹോർമോൺ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഹോർമോൺ തന്നെയാണ് പറയുന്നത്. ഹോർമോൺ എന്താണ്? ഹോർമോൺ, ഈ ഹോർമോൺ ഉണ്ടാക്കുന്ന ആരാണ്? അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺ ഉണ്ടാക്കുന്നത്. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങളാണ് ഹോർമോണുകൾ. പെപ്റ്റൈഡുകൾ, സ്റ്റിറോയിഡുകൾ, ഫാറ്റി ആസിഡുകൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്ന രാസവസ്തുക്കളാണിവ. അപ്പോൾ ഹോർമോണുകൾ എങ്ങനെ ഉണ്ടാകുന്നു, എവിടെ നിന്നുണ്ടാകുന്നു? അന്തസ്രാവി ഗ്രന്ഥികളാണ്. അന്തസ്രാവി ഗ്രന്ഥി എന്ന് പേര് വരാൻ കാരണം ഈ ഹോർമോൺ ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾക്ക് എന്താണ്, ഇപ്പോൾ രക്തം പമ്പ് ചെയ്യുന്ന രക്തക്കുഴലിൽ കൂടിയാണ് നമുക്കറിയാം. ഇതുപോലെ കുഴലുകളില്ല, അന്തസ്രാവി ഗ്രന്ഥികൾക്ക് കുഴലുകളില്ല. അതുകൊണ്ടാണ് ഇവ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പേര് തന്നെ വന്നത്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ഹോർമോണുകൾ. ഇവ എന്തൊക്കെയാണ്? ഇവ പെപ്റ്റൈഡുകൾ, പിന്നെയോ സ്റ്റിറോയിഡുകൾ, ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ രാസവസ്തുക്കളാണ് ഈ ഹോർമോണുകൾ. ഇപ്പോൾ ഹോർമോൺസ് ആർ സെക്രീഷൻസ് ഓഫ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൻ്റെ സെക്രീഷൻസ് ആണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. ഹോർമോൺസ് എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ലൈക്ക് പെപ്റ്റൈഡ്സ്, സ്റ്റിറോയിഡ്സ്, ഫാറ്റി ആസിഡ്സ് ഇങ്ങനെയുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ട്യൂബ്ലെസ് ഗ്ലാൻഡ്സ് ആണ്. അതായത് ഇതുപോലെ ബ്ലഡ് പോകുന്ന ബ്ലഡ് വെസൽസ് പോലെയുള്ള വെസൽസ് ഒന്നും ഇതിന് ഇല്ല. ഈ ഹോർമോൺസ് സാധാരണ ബ്ലഡിലോട്ട് നേരിട്ട് കൊടുക്കുന്നു. ആ ബ്ലഡിൽ കൂടി എവിടെയാണോ ഏത് ഭാഗത്തെത്തണമോ അവിടെ കൂടി ബ്ലഡ് അതിനെത്തിക്കുകയാണ് ചെയ്യുന്നത്. രക്തത്തിലൂടെ ഹോർമോണുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഹോർമോണുകൾ ഏത് ഭാഗത്ത് ശരീരത്തിലെത്തണോ അവിടെ രക്തത്തിലൂടെ എത്തുകയാണ് പതിവ്. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, പലതരം ഹോർമോൺ ഉണ്ടെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദി ഫങ്ഷൻ ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം? Endocrine system works in coordination with the nervous system and thus control and coordinates the bodily activities. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റവുമായിട്ട് കോഓർഡിനേറ്റ് ചെയ്ത് സഹകരിച്ചുകൊണ്ട് പോകുന്ന സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം. ഈ എൻഡോക്രൈൻ സിസ്റ്റമാണ് നമ്മുടെ ബോഡിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുവാനായിട്ട്, ഏകോപിക്കുവാനുമായിട്ട് നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ് അന്തസ്രാവി ഗ്രന്ഥിയുടെ ധർമ്മം. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥിയുടെ ധർമ്മം എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാനും ഏകോപിപ്പിക്കുവാനും വേണ്ടി നാഡീവ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ബോഡിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയും നെർവസ് സിസ്റ്റവുമായിട്ട്
റിലേറ്റ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവയാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയാം. ഇപ്പോൾ എൻഡോക്രൈൻ സിസ്റ്റം എന്താണെന്ന് മനസ്സിലായി. ഇനി ഈ അന്തസ്രാവി ഗ്രന്ഥികളെ നാളീരഹിത ഗ്രന്ഥികൾ എന്ന് വിളിക്കാൻ കാരണമുണ്ട്. അന്തസ്രാവി ഗ്രന്ഥികളിൽ നിന്ന് ഹോർമോണുകൾ ശരീരകലകളിൽ എത്തിച്ചേരാൻ പ്രത്യേക നാളികളില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഓൾറെഡി ഞാൻ പറഞ്ഞാണല്ലേ. രക്തം എത്തുന്നത് രക്തത്തിലൂടെയാണ് ഇവ എത്തുന്നത്, അല്ലാതെ ഓരോ കുഴലുകൾ നാളികളില്ല, ഒരു പ്രത്യേക നാളികളിൽ കൂടിയോ അല്ലെങ്കിൽ കുഴലുകളിൽ കൂടിയോ ഒന്നുമല്ല ഈ ഹോർമോണുകൾ എത്തേണ്ട കലകളിൽ എത്തുന്നത്. ടിഷ്യൂസിൽ ഹോർമോൺസ് എത്തുന്നത് ട്യൂബിൽ കൂടിയൊന്നും അല്ല, ഡക്റ്റുകളിൽ കൂടിയല്ല, സ്പെഷ്യൽ ഡക്റ്റില്ല. ദർ ഈസ് നോ സ്പെഷ്യൽ ഡക്റ്റ് ഫോർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. സോ അതുകൊണ്ടാണ് അവയ്ക്ക് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് വരുന്നത്. ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്ന് പറയും. ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് നാളീരഹിത ഗ്ലാൻഡുകളാണെന്ന് പറയാം. ആ ബ്ലഡിലൂടെ, രക്തത്തിലൂടെയാണ് ഈ ഹോർമോൺസ് എത്തുന്നത്. ഇപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായാലും എന്താണ് എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്? നെർവസ് സിസ്റ്റമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. ബോഡിലി ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹോർമോൺ സെക്രീഷനാണുള്ളത്. ഹോർമോൺസ് എന്ന് പറയുന്നത് പെപ്റ്റൈഡുകൾ, സ്റ്റിറോയിഡ്, ഫാറ്റി ആസിഡുകൾ തുടങ്ങിയ കെമിക്കൽ സബ്സ്റ്റൻസാണ് ഹോർമോൺസ്, അല്ലേ? ഈ എൻഡോക്രൈൻ സിസ്റ്റം ഡക്ട്ലെസ് ഗ്ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇവയ്ക്ക് പ്രത്യേക ഡക്റ്റുകളിൽ കൂടി ഒന്നുമല്ല പോകുന്നത്, ബ്ലഡിൽ കൂടിയാണ് പോകുന്നത്. മനസ്സിലായല്ലോ? അന്തസ്രാവി ഗ്രന്ഥികൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. അന്തസ്രാവി ഗ്രന്ഥികൾ നാളീരഹിത ഗ്രന്ഥികൾ എന്നറിയപ്പെടുന്നു. കാരണം ഇവ പ്രത്യേക നാളികളിൽ കൂടിയല്ല ഹോർമോൺ പോകുന്നത്, അത് രക്തത്തിൽ കൂടിയാണ് ഹോർമോണുകൾ ശരീരത്തിലെ വിവിധ കലകളിലോട്ട് പോകുന്നത്. ഈ അന്തസ്രാവി വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയുമായിട്ട് ചേർന്ന് നമ്മുടെ ശാരീരികമായ ധർമ്മങ്ങളെ ഏകോപിപ്പിക്കാനും നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുന്നു. ഇത്രയും കാര്യം കൃത്യമായല്ലോ? യെസ്. ഇനി ഹോർമോൺ ആൻഡ് ടാർജറ്റ് സെൽസ്. ടാർജറ്റ് സെൽസ്. വാട്ട് ആർ ടാർജറ്റ് സെൽസ്? ഈ ഹോർമോൺ ശരീരത്തിൽ ഏത് ഭാഗത്ത് പ്രവർത്തിക്കണമോ അവിടെ കൃത്യമായിട്ട് എത്തിച്ചേരും, അല്ലേ? കൃത്യമായിട്ട് എത്തിച്ചേരും. ഏത് ഭാഗത്ത് എത്തണോ അവിടെ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിച്ച് ബ്ലഡിലോട്ട് വിട്ടാൽ മതി. ബ്ലഡിൽ ഒരുപാട് ഹോർമോൺ ഒരേ സമയത്ത് ബ്ലഡിലുണ്ടാവും. പക്ഷെ അതാത് ഹോർമോൺ ഏതേത് കലകളിൽ എത്തണമോ, ഏതേത് കോശങ്ങളിൽ എത്തണമോ അത് കൃത്യമായിട്ട് എത്തും. അപ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതെല്ലാം ടിഷ്യൂസിൽ അല്ലെങ്കിൽ ഏതെല്ലാം സെൽസിൽ എത്തണോ അവിടെ കൃത്യമായിട്ട് അത് എത്തും. അത് എത്തുന്നത് എങ്ങനെയാണ്? എത്തണമെങ്കിൽ ഇപ്പോൾ ഇത് രക്തക്കുഴലാണെന്നിരിക്കട്ടെ. രക്തക്കുഴലിൽ കൂടിയാണ് ഈ ഹോർമോണുകൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ സെല്ലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോണുകളാണെന്നിരിക്കട്ടെ, ഇത് സെൽസാണ്. ഈ സെൽസിൻ്റെ മുകളിൽ ഗ്രാഹി കോശങ്ങളുണ്ട്. ഏത് കോശങ്ങളിലാണോ ഈ ഹോർമോൺ പ്രവർത്തിക്കേണ്ടത് ആ കോശങ്ങളിൽ ഗ്രാഹി കോശങ്ങളുണ്ട്. ആ ഗ്രാഹി കോശങ്ങൾക്ക് അതാത് ഹോർമോണുകളെ തിരിച്ചറിയാൻ കഴിയും, അല്ലേ? അപ്പോൾ അതാണ് ഗ്രാഹി കോശങ്ങളെന്ന് പറയുന്നു. ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നു. ലക്ഷ്യകോശങ്ങൾ എന്താണ്? ലക്ഷ്യകോശങ്ങൾ ഓരോ ഹോർമോണിനും അതിൻ്റേതായ ഗ്രാഹികൾ ഉണ്ട്. അപ്പോൾ ഈ സെല്ലിനെ സംബന്ധിച്ച് ഒരു ഗ്രാഹി ഉണ്ടാവും. ആ ഗ്രാഹിക്ക് ഈ സെല്ലിന് ആവശ്യമായ ഹോർമോണിനെ തിരിച്ചറിയാൻ കഴിയും. അതാണ് ഓരോ ഹോർമോണിനും അതിൻ്റേതായ ഗ്രാഹികളുണ്ട്. ഒരു ഹോർമോൺ അതിൻ്റെ ഗ്രാഹിയുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ഒരു പ്രത്യേക ഇപ്പോൾ എ എന്ന് പറയുന്ന ഹോർമോൺ ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കേണ്ട ഗ്രാഹിയിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. വേറൊരു ഗ്രാഫിയിൽ അത് പോവില്ല. അപ്പോൾ ആ ഗ്രാഹിയിലുള്ള കോശങ്ങൾ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ആ കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങളെന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്യകോശങ്ങളിൽ എന്തുണ്ട്? ഗ്രാഹികളുണ്ടല്ലേ. അപ്പോൾ ഓരോ ഹോർമോണിനെയും ആവശ്യമായിട്ടുള്ള ഗ്രാഹ്യകോശങ്ങളുള്ള കോശങ്ങളിൽ മാത്രമേ ഹോർമോൺ പ്രവർത്തിക്കുകയുള്ളൂ. ആ കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങളെന്ന് പറയുന്നത്. അതാണ് ഇംഗ്ലീഷിൽ ടാർജറ്റ് സെൽസ് എന്ന് പറയും. ഈച്ച് ഹോർമോൺ ഹാസ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഓരോ ഹോർമോണിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈച്ച് ഹോർമോൺ ആക്ട്സ് ഓൺലി അപ്പോൺ ദോസ് സെൽസ് വിച്ച് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഓരോ ഹോർമോണും ആ ഹോർമോണിന് ആവശ്യമായ സ്പെസിഫിക് റിസപ്റ്റേഴ്സ് എവിടെയാണോ, ഏത് സെല്ലിലാണോ ഉള്ളത് ആ സെല്ലിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ആ സെല്ലിനെ ടാർജറ്റ് സെൽസ് എന്ന് പറയുന്നു. ഇപ്പോൾ മനസ്സിലായില്ലേ? ഹോർമോൺ ആക്ട് ചെയ്യുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉള്ള സെല്ലിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. ആ ഹോർമോൺ പ്രവർത്തിക്കാൻ തിരിച്ചറിയാൻ ആവശ്യമായ റിസപ്റ്റർ സെല്ലുള്ള സെൽസിനെയാണ് ടാർജറ്റ് സെൽസ് എന്ന് പറയുന്നത്. ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത് ഓരോ ഹോർമോണുകളും
ആ ഹോർമോണിന് ആവശ്യമായ ഗ്രാഹികളിലുള്ള കോശങ്ങളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കോശങ്ങളെ ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നു. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ ഹോർമോൺ ഒരു എന്ന് പറയുന്നൊരു ഹോർമോണാണെന്ന് വെച്ചിട്ട് ആ ഹോർമോൺ ഇങ്ങനെ ബ്ലഡിലൂടെ സഞ്ചരിക്കുന്നു, രക്തത്തിലൂടെ സഞ്ചരിച്ചിട്ട് അതിന് ലക്ഷ്യകോശത്തിലെ ഗ്രാഹികളിൽ എത്തുന്നു. ഗ്രാഹികളെ കണ്ടു, ലക്ഷ്യകോശത്തിൽ ഗ്രാഹികളിരിക്കുക, റിസപ്റ്റേഴ്സ് ഇരിക്കുകയാണ്. ടാർഗറ്റ് സെൽസിൻ്റെ മുകളിൽ റിസപ്റ്റേഴ്സ് ഇരിക്കുക. ആ റിസപ്റ്റേഴ്സിനെ കണ്ടാൽ ഈ ഹോർമോൺ ആ റിസപ്റ്റേഴ്സുമായിട്ട് ഒത്തുചേർത്തു. ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഒരു ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്? ദി കോംപ്ലക്സ് ഫോംഡ് വെൻ എ ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ്സ് വിത്ത് ഇറ്റ്സ് റിസപ്റ്റർ ഈസ് കാൾഡ് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ്. ഒരു ഹോർമോൺ അത് ആക്ട് ചെയ്യേണ്ട ഹോർമോൺ മോളിക്യൂള് അത് ആക്ട് ചെയ്യേണ്ട സെല്ലിലെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം എന്ന് പറയും ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഹോർമോൺ ഗ്രാഹി സംയുക്തം. ഓരോ ഹോർമോണും അതിൻ്റേതായ ഗ്രാഹിയുമായി ചേർന്ന് രൂപപ്പെടുന്ന സംയുക്തമാണ് ഹോർമോൺ ഗ്രാഹി സംയുക്തം. അപ്പോൾ ഓരോ ഹോർമോൺ എന്ത് ചെയ്യും? ഓരോ ഹോർമോണും ഏത് സെല്ലിലാണോ അതിൻ്റെ ഗ്രാഹിയുള്ളത് ആ ഗ്രാഹിയുമായിട്ട് ചേരും. ചേർന്നിട്ടൊരു സംയുക്തം ഉണ്ടാവും. ആ സംയുക്തത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രാഹി സംയുക്തമെന്ന്, ഹോർമോൺ ഗ്രാഹി സംയുക്തമെന്ന് പറയുന്നു. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ലക്ഷ്യകോശത്തിലെ ഹോർമോൺ സ്വാധീനം. ഈ ഹോർമോൺ എങ്ങനെയാണ് ലക്ഷ്യകോശത്തിലെത്തുന്നത്? ഇങ്ങനെ സംയുക്തം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ? ഓരോ ഹോർമോണും അതിൻ്റെ ഗ്രാഹിയുമായി ചേർന്ന് രൂപപ്പെടുന്ന ഗ്രാഹി കോശ സംയുക്തം രൂപപ്പെടും. അങ്ങനെ രൂപപ്പെടുമ്പോൾ എന്താണ്? ആ കോശങ്ങളിലുള്ള രാസാഗ്നികൾ പ്രവർത്തനക്ഷമമാവുകയും കോശപ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഹോർമോണിൻ്റെ ലക്ഷ്യം എന്താണ്? ഒരു കോശം ഉണ്ടെന്നിരിക്കട്ടെ, ആ കോശത്തിൽ രാസാഗ്നികളുണ്ട്. രാസാഗ്നികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രവർത്തനങ്ങളെയും സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കെമിക്കൽസാണ്. ഓരോ പ്രവർത്തനങ്ങളെയും വേഗത കൂട്ടാൻ വേണ്ടിയുള്ള രാസവസ്തുക്കളാണ് രാസാഗ്നികളെന്ന് പറയുന്നത്, അല്ലേ? ഒരുപാട് രാസാഗ്നികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന രാസാഗ്നികളൊക്കെ നമുക്കറിയാം. അപ്പോൾ ഓരോ കോശങ്ങളിലും രാസാഗ്നികളുണ്ട്. ആ രാസാഗ്നികൾ പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? ഈ ഹോർമോണ് ലക്ഷ്യ കോശങ്ങളിലെ ഗ്രാഹികളുമായി ചേർന്ന് എന്തുണ്ടാകുന്നു? ഗ്രാഹി ഹോർമോൺ സംയുക്തം ഉണ്ടാകുന്നു. ഈ സംയുക്തം ഉണ്ടാകുമ്പോൾ ആ കോശങ്ങളിലെ ഗ്രാഹികൾ പ്രവർത്തനക്ഷമമാവുകയും കോശത്തിൽ മാറ്റം വരികയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഈച്ച് ഹോർമോൺ റീച്ചസ് ദി റിസപ്റ്റർ സെൽസ് ആൻഡ് എ റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഈസ് ഫോംഡ്. ദെൻ ദി എൻസൈം, അല്ലേ? then enzymes are activated within the cell and certain changes occur within the cell. മനസ്സിലായില്ലേ? അപ്പോൾ എന്തിനാണ് ഈ ഹോർമോൺ? ഏതെങ്കിലും ഒരു കോശത്തെ കൊണ്ട് രാസാഗ്നികൾ പുറപ്പെടുവിപ്പിക്കണം. ആ രാസാഗ്നികൾ നമ്മുടെ ശരീരത്തിന് പല ആവശ്യങ്ങൾക്കും ഉള്ളതാണ്. അത് ചുമ്മാതെ ഒന്ന് രാസാഗ്നികളെ പുറപ്പെടുവിപ്പിക്കില്ല. അപ്പോൾ എന്താണ്? അതിന് ഒരു ഹോർമോൺ ആ രക്തത്തിലൂടെ ചെന്ന് ആ കലകളിലെ ഗ്രാഹി കോശങ്ങളുമായിട്ട് ആ ഹോർമോൺ ചേർന്ന് ഗ്രാഹി ഹോർമോൺ സംയുക്തം ഉണ്ടായാൽ മാത്രമേ എന്താണ് ആ സെല്ലിന് പ്രവർത്തിക്കണമെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. പെട്ടെന്ന് അത് രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുകയും കോശങ്ങളിൽ അതിനാവശ്യമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഹോർമോൺ വെറുതെ അല്ല ആക്ട് ചെയ്യുന്നത്. ഹോർമോൺ ഏത് സെല്ലിലാണോ ആക്ട് ചെയ്യേണ്ടത് ആ സെല്ലിലെ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാകുന്നു. ആ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായി കഴിയുമ്പോഴാണ് ആ സെല്ലിൽ എൻസൈം ആക്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ ഫലമായിട്ട് ആ സെല്ലിൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇപ്പോൾ മനസ്സിലായാലും ഹോർമോൺ. അപ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട പോയിൻ്റ് എന്താണ്? ടാർഗറ്റ് സെൽസ് എന്താണ്, അല്ലേ? ഹോർമോൺ എവിടെയാണോ ആക്ട് ചെയ്യേണ്ടത് ആ സെല്ലിനാണ് ടാർഗറ്റ് സെൽസ് എന്ന് പറയുന്നത്. അതിന് ഈ ഹോർമോണിനെ തിരിച്ചറിയാൻ ആവശ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും, അല്ലേ? ലക്ഷ്യകോശങ്ങൾ എന്താണത്? ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത് ഈ ഹോർമോണുകൾ എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് ആ കോശങ്ങളാണ് ലക്ഷ്യകോശങ്ങൾ. ആ ലക്ഷ്യകോശങ്ങളുടെ മുകളിൽ ഈ ഹോർമോണിന് ആവശ്യമായിട്ടുള്ള ഗ്രാഹികളുണ്ടാവും. ഹോർമോൺ അവിടെ ചേർന്നാൽ ആ ഹോർമോണും ഗ്രാഹികളുമായി ചേർന്ന് ഒരു ഹോർമോൺ ഗ്രാഹി സംയുക്തം ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. എന്താണ് ഹോർമോൺ? അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോൺ ഉണ്ടാക്കുന്നത്, അല്ലേ? ഈ ഹോർമോൺ എന്ന് പറയുന്നത് പെപ്റ്റൈഡുകളാണ്, പിന്നെ സ്റ്റിറോയിഡുകളാണ്, ഫാറ്റി ആസിഡുകൾ ആണ്. ഇങ്ങനെയുള്ള രാസവസ്തുക്കളാണ് ഇവ. ഈ അന്തസ്രാവി ഗ്രന്ഥികൾ നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ട് പ്രവർത്തിച്ചാണ് നമ്മുടെ ശരീരത്തെ
നിയന്ത്രിക്കുന്നതും ശാരീരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. ഇവ നാളീരഹിത ഗ്രന്ഥികളാണ്. ഇവയ്ക്ക് നാളികളില്ല. ഇത് രക്തത്തിലൂടെയാണ് ഈ ഹോർമോൺ പോകുന്നത്. ഈ ഹോർമോൺ എല്ലായിടത്തും ചെല്ലില്ല. ഈ ഹോർമോൺ പ്രവർത്തിക്കേണ്ട കോശത്തെയാണ് ലക്ഷ്യകോശങ്ങൾ എന്ന് പറയുന്നത്. അവിടെ മാത്രമേ ചെല്ലുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഡക്റ്റഡ് ഗ്ലാൻഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണ് ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നത്. ഹോർമോൺസിന് പോകാൻ വേണ്ടി പ്രത്യേകിച്ച് ഡക്റ്റൊന്നുമില്ല. ഡക്റ്റ്ലെസ് ഗ്ലാൻഡ്സ് ആണ് ഇവ. ബ്ലഡിൽ കൂടിയാണ് ഹോർമോൺ പോകുന്നത്. ഈ ഹോർമോൺ ടാർഗറ്റ് സെല്ലിലാണ് ചെല്ലുകയുള്ളൂ. ടാർഗറ്റ് സെല്ല് തിരിച്ചറിയാൻ വേണ്ടി അവിടെ എന്തുണ്ട്? റിസപ്റ്റർ സെല്ലുകളുണ്ട്. റിസപ്റ്റർ സെല്ലും ഹോർമോണുമായിട്ട് ചേർന്നൊരു റിസപ്റ്റർ ഹോർമോൺ കോംപ്ലക്സ് ഉണ്ടാക്കുമ്പോഴാണ് ആ ടാർഗറ്റ് സെല്ലിലുള്ള എൻസൈം ആക്ടിവേറ്റ് ചെയ്യുകയും ആ സെൽസിന് ചേഞ്ച് ഉണ്ടാവുകയും ചെയ്യുകയുള്ളൂ. ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പോൾ ഈ ഹോർമോൺ എന്താണെന്നൊക്കെ മനസ്സിലായി. ഇനി പലതരം ഹോർമോണുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഹോർമോണാണ് പാൻക്രിയാസ് ഗ്രന്ഥി. എന്താണ് മലയാളത്തിലും പാൻക്രിയാസ് തന്നെയാണ് പറയുന്നത്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുണ്ട്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി ഇപ്പം ഇങ്ങനെയാണ് ഇതിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥി. പാൻക്രിയാസിൽ വേറൊരു ഗ്രന്ഥിയുണ്ട്. അതാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയും. അതെങ്ങനെ ഇരിക്കുന്നു? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഇങ്ങനെ ഇരിക്കും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ സെൽസ് ഉണ്ടല്ലേ, ഇങ്ങനെ ഇരിക്കും. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 തരം സെൽസ് ഉണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ആൽഫ കോശങ്ങളും പിന്നെ ബീറ്റാ കോശങ്ങളും ഉണ്ട്. എന്നോട് പറയാം, പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്രന്ഥിയുണ്ട്, ഗ്ലാൻഡുണ്ട്. പാൻക്രിയാസിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ കോശങ്ങൾ, ആൽഫ സെൽസും ബീറ്റാ സെൽസും ഉണ്ട്. ഓക്കെ. ഈ ബീറ്റാ സെൽസ് ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. ഇൻസുലിനും ഗ്ലൂക്കഗോൺ. ഇത്രയും മനസ്സിലായില്ലേ? ഓക്കെ. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിനും ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോണും ഉണ്ടാക്കുന്നു. ഇതെന്തിനാണിത്? പ്രമേഹ രോഗികൾ എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് പ്രമേഹ രോഗികൾ? പഞ്ചസാര കഴിക്കാൻ കഴിയാത്ത ആളുകളല്ലേ. എന്താണ് പ്രമേഹം? നമ്മുടെ ശരീരത്തിൽ, ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ, രോഗങ്ങളൊന്നുമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ 100 മില്ലി ബ്ലഡ് എടുത്താൽ 70 to 110 മില്ലിഗ്രാം 70 മുതൽ 110 മില്ലിഗ്രാം വരെ ഗ്ലൂക്കോസാണ് ഉണ്ടാകാവുള്ളൂ. പഞ്ചസാര ഗ്ലൂക്കോസാണ് 100 മില്ലി രക്തത്തിൽ ഉണ്ടാവുള്ളൂ സാധാരണ മനുഷ്യരിൽ. എന്നാൽ ചില അവസരങ്ങളിലല്ല, നമ്മൾ ആഹാരം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ദഹിക്കുമല്ലോ. അത് ദഹിച്ച് കഴിയുമ്പോൾ ഈ 70, 110 ലെവൽ പോയി അത് 200 ഒക്കെ ആവും. 150, 200 ഉയരും. അപ്പോൾ ഉയരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഉയരും. ഗ്ലൂക്കോസിൻ്റെ ലെവൽ 70, 110 എന്ന് പറയുന്നതിനേക്കാൾ മുകളിൽ പോകും. 130, 140, 150, 200, ചിലവരെ 300 പോകും. നമ്മളത് കഴിക്കുന്ന ആഹാരം അനുസരിച്ച്. അങ്ങനെ പോകുമ്പോൾ ബീറ്റാ കോശങ്ങൾ, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആരാണ്? ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഈ ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്തൊക്കെയാവുന്നു? അധികമുള്ള ഗ്ലൂക്കോസിനെ ആദ്യം എന്ത് ചെയ്യുന്നു? കോശങ്ങളിലോട്ട് കടത്തി കൊടുക്കുന്നു. അതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെരുന്നാളിൻ്റെ സമയത്ത് ധാരാളം ഇറച്ചി കിട്ടും അല്ലേ? നമ്മുടെ വീട്ടിൽ മേടിക്കുന്നു, അല്ലാണ്ട് പള്ളിയിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ സ്വന്തക്കാർ കൊണ്ടുതരും. അപ്പോൾ ഇതെല്ലാം കൂടി ഇപ്പോൾ ഇത് കേടാവുന്ന സാധനമാണല്ലോ. ഒരു ദിവസം പാചകം ചെയ്താൽ കുറച്ച് ദിവസം ഇരിക്കുന്നുള്ളൂ. പച്ചയ്ക്ക് എന്തായാലും വെച്ചേക്കാൻ പറ്റില്ല, ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കുറേയൊക്കെ കഴിക്കും, ഇറച്ചിക്കറികളൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബാലൻസ് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കും. വൈകുന്നേരം ഒന്നുകൂടെ കഴിച്ചോടാന്ന് പറയും അല്ലേ? തീരട്ടെ, കുറേ കൂടെ കഴിക്കുക എന്ന് പറയും. എന്നും കഴിക്കാൻ പറ്റുന്ന സാധനമല്ലല്ലോ, കൊടുക്കും. അപ്പോൾ തീരില്ല. പിന്നെ എന്ത് ചെയ്യും? തൊട്ടടുത്ത അയൽക്കാർക്ക് കൊടുക്കും അല്ലേ? അവർക്ക് കൊടുക്കും, അയൽവക്കത്ത് കൊടുക്കും. എന്നിട്ടും തീരില്ല. പിന്നെയും ബാലൻസ് വന്നാൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഗ്ലൂക്കോസിനുള്ള രക്തത്തിൽ കൂടുമ്പോൾ ഈ ബീറ്റാ കോശങ്ങൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ
ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് തന്മാത്രകളെ, ഗ്ലൂക്കോസ് മോളിക്യൂളുകളെ കോശത്തിലോട്ട് കടത്തി കൊടുക്കുന്നു. സെല്ലുകൾക്ക് ഗ്ലൂക്കോസ് വേണം. എന്തിനാണ്? ഈ ഗ്ലൂക്കോസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എനർജി ഉണ്ടാക്കുന്നത്, ഊർജ്ജം ഉണ്ടാക്കുന്നത്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആദ്യം അരച്ചു കൊടുത്ത പോലെ ആർക്കാണ്? നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് കൊടുക്കുന്നു. കോശങ്ങൾക്കാണ് അത് ആവശ്യം. കോശങ്ങൾക്ക് കൊടുത്താലും തീരില്ല. അപ്പോൾ ബാക്കിയുള്ളത് ആർക്ക് കൊടുക്കും? നമ്മുടെ കരളിലും പേശികളിലും കൊടുക്കുന്നു. ലിവറിലും പിന്നെന്താണ്? ലിവറിൽ കൊണ്ടുപോകുന്നു. പിന്നെ മസിൽസിൽ കൊണ്ടുപോകുന്നു. എന്നിട്ട് ലിവറിലും മസിൽസിലും ഗ്ലൈക്കോജനാക്കി വെക്കും. ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി വെക്കുന്നു. അപ്പോൾ മസിൽസിന് കൊടുക്കും. അതിന് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ വയ്ക്കുന്ന പോലെ എന്താണ്? ലിവറിന് കൊടുക്കും അല്ലേ, കരളിന് കൊടുക്കും, ഗ്ലൈക്കോജനാക്കി മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എന്താണ്? വീണ്ടും 70-110 എന്ന് പറയുന്ന ഏകദേശം ലെവലിൽ അത് വരും. ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ. അപ്പോൾ രക്തത്തിലെ അളവ് കൂടിയാൽ അത് കുറയ്ക്കുന്നത് ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റാ കോശങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസുലിനാണ്. ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസ് തന്മാത്രകളെ, ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ സെൽസിലോട്ട് കൊടുക്കുന്നു, കോശങ്ങളിലോട്ട് കൊടുക്കുന്നു. പിന്നെയോ ബാക്കിയുള്ളത് പേശികളിലും കരളിലും വെച്ച്, മസിൽസിലും ലിവറിലും വെച്ച് ഗ്ലൂക്കഗോൺ ആക്കി മാറ്റി അവിടെ സൂക്ഷിക്കുന്നു. ഓക്കെ, അത് കൂടിയാൽ. ഇനി ഗ്ലൂക്കോസ് ലെവൽ 70 താഴ്ന്നു പോയാലോ? ഗ്ലൂക്കോസ് ലെവൽ 70 താഴ്ന്നു പോയാൽ അപ്പോൾ ബീറ്റാ കോശങ്ങളല്ല, ആൽഫ കോശങ്ങൾ, ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് തന്നെ ആൽഫ സെൽസ് ഉണ്ട്, ആൽഫ കോശങ്ങളുണ്ട്. ഈ ആൽഫ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ ആൽഫ കോശങ്ങൾ എന്ത് ചെയ്യും? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നു. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉപയോഗിക്കുന്നു. ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഈ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ഈ ഗ്ലൂക്കഗോൺ കൺവേർട്സ് ഗ്ലൈക്കോജൻ ടു ഗ്ലൂക്കോസ്. നമ്മുടെ കരളിലും പേശികളിലൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ അല്ലേ, ലിവറിലും മസിൽ സെൽസിലൊക്കെ ഇൻസുലിൻ എന്താണ്? ഗ്ലൂക്കോസിനെ ഗ്ലൂക്കഗോൺ ആക്കി വെച്ചിട്ടില്ലേ, ഗ്ലൈക്കോജൻ ആക്കി വെച്ചിട്ടില്ലേ. ആ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലോട്ട് കൊടുക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണെന്ന് അറിയാമോ? അമീനോ ആസിഡുകൾ. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ അമീനോ ആസിഡ്സ് ഉണ്ടാവും. അമീനോ ആസിഡുകളിൽ നിന്ന് ഗ്ലൂക്കോസും ഉണ്ടാക്കും. ഈ ഗ്ലൂക്കോൺ അമീനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസും ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ രക്തത്തിൻ്റെ അളവ് വീണ്ടും ഉയർന്നിട്ട് അത് 70-110 ലെവലിലാവും. കണ്ടോ? ഇങ്ങനെയാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും കൂടി ചേർന്ന് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലെ, നമ്മുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 70-110 വയ്ക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ? യെസ്. ഇനി ഇൻസുലിനൊക്കെ ഇൻസുലിന് എന്തെങ്കിലും കുഴപ്പം വന്നത് സംഭവിക്കും. വാട്ട് ഈസ് മീൻ ബൈ ഡയബറ്റീസ്? ഒരു രോഗമാണ് ഡയബറ്റീസ് എന്ന് പറയുന്ന രോഗം. പ്രമേഹം എന്ന് പറയൂലേ, പ്രമേഹം. മലയാളികൾക്ക് 90% രോഗമാണ് പ്രമേഹം. If the blood sugar level is found to be above 126 milligram per 100 milli before the day's first meal, നമ്മുടെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് വെറും വയറ്റിൽ നമ്മൾ രക്തമെടുത്ത് പരിശോധിക്കുമ്പോൾ 126 മുകളിലാണ്. 126 മില്ലിഗ്രാം ആണ് 100 മില്ലി ലിറ്റർ രക്തത്തിൽ. അതിന് മുകളിലാണെങ്കിൽ നമുക്ക് പ്രമേഹമുണ്ടെന്ന് പറയാം. ആ അവസ്ഥയാണ് പ്രമേഹമെന്ന് പറയുന്നത്. ഈ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ദി ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറഞ്ഞു പോകുന്നു. പിന്നെയോ മാൽ ഫങ്ഷനിങ്. ഇൻസുലിൻ ശരിയായിട്ട് പ്രവർത്തിക്കുന്നില്ല. ഇൻസുലിൻ വന്നില്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവ് വരുന്നു, അല്ലെങ്കിൽ ഇൻസുലിന് പ്രവർത്തന തകരാറുകൾ. ഇതിന് പെട്ടെന്ന് ഈ ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഇൻസുലിന് എന്താണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കാനൊന്നും കഴിയില്ല, അല്ലെങ്കിൽ അധികമുള്ള ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക്, കോശങ്ങളിലേക്ക് വിടാനൊന്നും കഴിയില്ലാത്തൊരവസ്ഥ വരും. അപ്പോഴാണ് പ്രമേഹം ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ടായിരിക്കാം. ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതും കൊണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായ ഇൻസുലിന് പ്രവർത്തനക്ഷമമല്ലാത്തതുകൊണ്ടാവാം. ഉണ്ടാവുന്ന ഇൻസുലിൻ നല്ല ഫങ്ഷനിങ് അല്ലാത്തതുകൊണ്ടാവാം, മാൽ ഫങ്ഷനിങ് ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഈ ബീറ്റാ സെല്ലെന്ന് പറയുന്നത് ഡിസ്ട്രക്റ്റ് ചെയ്ത് പോയതുകൊണ്ടാവാം. ബീറ്റാ സെല്ല് ഡിസ്ട്രക്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് ഇൻസുലിൻ കറക്റ്റായിട്ട് പ്രവർത്തിക്കാണ്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഡയബറ്റിക്സ് എങ്ങനെ ഡയഗ്നോസിസ് ചെയ്യാം? നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം?
നല്ല വിശപ്പായിരിക്കും, വർദ്ധിച്ച വിശപ്പ്. എന്താ വിശപ്പ്? ഗ്ലൂക്കോസ് ആവശ്യത്തിന് കിടക്കുമല്ലേ, ഗ്ലൂക്കോസ് ഉയർന്നു കിടക്കുമല്ലേ, പിന്നെ നമ്മളെന്തിനാണ് വിശക്കുന്നത്? വിശക്കും. കാരണം എന്താണ്? ഗ്ലൂക്കോസ് രക്തത്തിലുണ്ടെങ്കിലും ആ രക്തത്തിലെ ഗ്ലൂക്കോസിനെ നമുക്ക് സെല്ലുകൾക്ക് കിട്ടില്ല. അധികമുള്ള ഗ്ലൂക്കോസിന് സെല്ലുകൾക്ക് കൊടുക്കില്ല. സെല്ലുകളിലേക്ക് ഗ്ലൂക്കോസിൻ്റെ കടത്തിവിടാനുള്ള കഴിവ് ഇല്ല ഇൻസുലിന്. അപ്പോൾ സെല്ലുകൾക്ക് വിശക്കും, സെല്ലുകൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വിശക്കും, നമ്മൾ ആഹാരം കഴിക്കും, ഒരു ഫലവുമില്ല. ആഹാരം കഴിച്ചാലും ആ ഗ്ലൂക്കോസ് രക്തത്തിൽ കിടക്കുന്നതാണ്, സെല്ലുകൾക്ക് അത് കൃത്യമായിട്ട് ലഭിക്കില്ല. കുറച്ചൊക്കെ ലഭിക്കും, കൃത്യമായിട്ട് ലഭിക്കില്ല. അതുകൊണ്ട് അമിതമായ വിശപ്പുണ്ടാകുന്നു, ദാഹമുണ്ടാകുന്നു, കൂടെ മൂത്രമൊഴിക്കണം തോന്നും. കാരണം എന്താണ്? അധികമുള്ള ഇൻസുലിൻ മൂത്രത്തിലൂടെ പുറന്തള്ളും. അപ്പോൾ കൂടുതൽ മൂത്രമൊഴിക്കും, മൂത്രമൊഴിക്കണം തോന്നും. അപ്പോൾ ഇതെങ്ങനെ നമുക്കറിയാം? രക്തപരിശോധന ചെയ്താൽ മതി അല്ലേ? അപ്പോഴുള്ള ഗ്ലൂക്കോസ് നില പരിശോധിക്കാം. അല്ലെങ്കിൽ 3 മാസത്തെ ഗ്ലൂക്കോസ് നില മനസ്സിലാക്കാനുള്ള പരിശോധനയും ഉണ്ട്. പിന്നെ മൂത്രത്തിൽ ബെനഡിക്ട് ലൈനി ഉപയോഗിച്ച് പരിശോധിക്കാം. മൂത്രവും പരിശോധിക്കാം, രക്തവും പരിശോധിക്കാം. സാറിന് രക്തമാണ് അധികം നമ്മൾ പരിശോധിച്ച് കാണുന്നത്. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ പറയണ്ടേ? ബ്ലഡ് ടെസ്റ്റ് സിംറ്റംസ്: ഇൻക്രീസ്ഡ് അപ്പിറ്റൈറ്റ്, തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 ടൈപ്സ് ഉണ്ട്. റാൻഡം ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കാം. അല്ലെങ്കിൽ 3 മന്ത്സിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ ബെനഡിക്ട് സൊല്യൂഷൻ കൊണ്ട് യൂറിൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാലും മതി. അപ്പോൾ എന്താണ് പ്രമേഹം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? യെസ്. നിങ്ങൾ ഇത്രയും ശരിക്കും നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാൻഡിൻ്റെ കാര്യം പഠിച്ചുള്ളൂ, ഒരു ഗ്രന്ഥിയുടെ കാര്യം പഠിച്ചുള്ളൂ. ഏതാണ്? എന്താണ്? പാൻക്രിയാസിലുള്ള ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ഉണ്ടാക്കുന്ന ഇൻസുലിനും ഗ്ലൂക്കോഗോണും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായിട്ട് ബ്ലഡിൽ സൂക്ഷിക്കുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ.